Nellara Recipe powered by Homeway Cookware and Kitchen Tools, brought to you by Sharavana Idli Dosa with Mix in association with Metro Medical Center, Fresh Food and Al Helio Opticals. Price is sponsored by Speed Business Services. അപ്പം നമ്മുടെ രസകരമായ രുചികരമായ കുക്കർ റിയാലിറ്റി ഷോ റെസ്റ്റേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിരിക്കുകയാണ്. ഇങ്ങനെ പാട്ടില്ലേ, ചെമ്പാവ് പുന്നല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. അപ്പൊ നമ്മുടെ എന്റെ കൂടെ നിൽക്കുന്ന കുക്കു എന്നൊരു മുല്ലപ്പൂച്ചിരിക്കാരിയാണ്. കുക്കു ഒരു ഒന്നൊന്നര ഡിഷാണ് റെഡിയാക്കാൻ പോകുന്നത്. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്ന ഒരാളെത്താൻ പോവാണ്. രസച്ചെട്ടിയുടെ രസക്കൊടുക്ക എന്ന് പറയാം. നമ്മുടെ പ്രോഗ്രാമിന്റെ നെടുന്തൂണായ നമ്മുടെ സ്വന്തം മുകേഷ് ചേട്ടൻ. മുകേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മുകേഷ് ചേട്ടാ. ഇത് നമ്മുടെ കുക്കു മറിയും. അതെ. ഈ വെജി റൗണ്ടിൽ കുക്കുമറി എന്താണ് ചെയ്യുന്നത്? വെജിറ്റേറിയൻ വേർഷൻ ഓഫ് ഫിഷ് മോളി. വെജിറ്റേറിയൻ വേർഷൻ ഓഫ് ഫിഷ് മോളി. പറ്റിക്കൽസ്. അപ്പോൾ ഫിഷിന് വരെ എന്തായിരിക്കും? പനീറാണ് യൂസ് ചെയ്യുന്നത്. പനീർ യൂസ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ചൊരു പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഫിഷ് ആണെന്ന് തോന്നുന്നു. അതെ. എന്നാൽ അത് പനീർ. അതിൽ ബഹളം ഉണ്ടാക്കി. ഇതെന്താണ് നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഫിഷ് തന്നപ്പോഴത്തേക്ക് എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിന്റെ ഒരു ബൈസെക്ഷൻ നടത്തിയിട്ട് ഇത് ഫിഷ് അല്ല പനീറാണ് എന്ന് സ്ഥാപിച്ചെടുത്തിട്ട് വിജയിക്കുക. അതൊക്കെ ഇട്ടല്ലേ, ഇതെല്ലാം നല്ല പരീക്ഷണമാണ്, നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നോവേഷൻസ് ആണ് ഈ കുക്കിങ്ങിൽ ഏറ്റവും വേണ്ടത്. കാര്യം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മടുത്ത് അവിടുത്തെ ഭക്ഷണം കഴിച്ച് മടുത്ത് ഒരു ചേഞ്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിനിമയില് നമുക്ക് മെസ്സുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പം ചിലർ ഡയറ്റ് ചെയ്യുന്നവർ കാണും, ചിലര് ഭയങ്കരമായിട്ട് കഴിക്കുന്നവർ കാണും, ചിലപ്പം ചില ആൾക്കാർക്ക് പ്രത്യേക സമയങ്ങളിൽ ഇന്നത് വേണമെന്ന് പറഞ്ഞ് അതെല്ലാം അവർ ചെയ്തു കൊടുക്കും. എന്നാൽ പോലും 4 ദിവസം 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ രാത്രി പറഞ്ഞു അതുകൊണ്ട് പുറത്തോടെ പോയി കഴിക്കാം ഭയങ്കരമായ. അപ്പം ഇങ്ങനെ ശരിക്കും അറിയാവുന്നവർ പറയും, നമ്മള് ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭയങ്കര ചാർജാണ്. ഒരു ഭക്ഷണം ഒരു ഫാമിലിയൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആയിരക്കണക്കിന് രൂപയാണ്. അപ്പൊ അവർ എത്ര ദിവസം നമുക്ക് ഇത് നമ്മളെ വീട്ടിലായിട്ട് കഴിക്കാമായിരുന്നു എന്ന് തോന്നുമെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസം അങ്ങനെ പോയി കഴിക്കുന്നത് മാനസികമായും ശാരീരികമായും നല്ലതാണ്. കാര്യം എല്ലാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളല്ല. അവന് ആവശ്യമുള്ള കാര്യങ്ങൾ, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിന് കൊടുത്തില്ലെങ്കിൽ അവിടൊക്കെയാണ് ഈ പനി, നമുക്ക് അസുഖം വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഒരു റിവോൾട്ടാണ്. അപ്പൊ അതിന് ഒക്കെ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ പ്രത്യേകിച്ചും ഫുഡിലും കുക്കിങ്ങിലും ഉണ്ടാകണം. അപ്പം പനീർ, ഫിഷ് പനീർ ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മുകേഷ് ചേട്ടാ, ഞങ്ങൾ കുക്കിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. തുടങ്ങാം അല്ലേ? തുടങ്ങാം. Eat Well presents Nellara Recipe powered by Homeway Cookware and Kitchen Tools, brought to you by Sharavana Idli Dosa with Mix in association with Metro Medical Center, Fresh Food and Al Helio Opticals. Price is sponsored by Speed Business Services. അപ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മള് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഇൻവിറ്റേഷൻ തോന്നുന്ന പ്രൈസ് ആണ് തരാൻ പോകുന്നത്. എന്തായാലും കുക്കുവിന്റെ ഡിഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മുകേഷ് ചേട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഫിഷ് മോളി, വെജ് റൗണ്ടില് ഫിഷ് മോളി ചെയ്യാൻ പോകുന്ന ആളാണ് കേട്ടോ. എന്തായാലും നമുക്ക് വെജിയിലെ ഫിഷ് മോളിയാണ്. ഫിഷ് മോളി പോലും തോറ്റുപോകുന്ന ഒരു വെജി ഫിഷ് മോളിയാണ് റെഡിയാക്കാൻ പോകുന്നത്. എന്താ ഒന്നും പറഞ്ഞതിന്റെ പേര്? ഫിഷ് മോളി അല്ല, ഫിഷ് മോളിയിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് വന്നിട്ട് അതിനകത്ത് ഫിഷിന് പകരം പനീറായിരിക്കും ആഡ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എന്തായാലും നമ്മുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങാം. അതിനെ ഇതിപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. അതിനായിരിക്കും കുറച്ചുകൂടെ ഫ്ലേവർ വരുന്നത്. കോക്കനട്ട് ഓയിൽ തന്നെ ചെയ്യണം. നമ്മളെ പാൻ ചൂടാക്കുകയാണ്. ഇതിന് സാധാരണ പോലെ നമ്മൾ കടുകെടുക്കില്ല, അതിന് പകരം നമ്മൾ ഉലുവയാണ് ഉണ്ടാക്കുന്നത്. ഇത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്?
ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്? ഫിഷ് മോളി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മള് പറയുന്നത് അപ്പം അല്ലെങ്കിൽ ചപ്പാത്തി ഫിഷ് മോളി. അപ്പം അത് എന്തുകൊണ്ട് ഒരു വെജ് രീതിയിൽ ട്രൈ ചെയ്ത് കൂടാന്നൊരു തോട്ട് വന്നു. ഓക്കെ, അപ്പം എന്നാ പിന്നെ ട്രൈ ചെയ്ത് കളഞ്ഞ സ്പെഷ്യൽ ആണ് അല്ലേ? ശരി, ഓക്കെ. വെജിറ്റേറിയൻസ് ഇങ്ങനെ മോളി കണ്ടിട്ട് നെടുവേർപ്പെടണ്ട, നമുക്ക് വെജിൻ ഉണ്ടാക്കാൻ പറ്റും. കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ. അപ്പം വെളിച്ചെണ്ണ ചൂടാക്കുന്നു പാനില്. പിന്നെ നമ്മൾ കടുകല്ല താളിക്കുന്നത്, സ്ഥിരമായിട്ടുള്ള കുക്ക് പറഞ്ഞ് ഉലുവയാണ് ഇടാൻ പോകുന്നത് പറയുന്നത്. ഇതിന് സാധാരണ പോലെ ഇനി ഈ സവാള നമ്മൾ എന്താ കഴിക്കോ അങ്ങനെയൊന്നുമില്ല. സവാളയുടെ കളർ മാറുമ്പോൾ തന്നെ നമ്മളെല്ലാം ഫിഷ് മോളി എങ്ങനെയാണല്ലോ അല്ലേ? അതെ, സവാളയും ടൊമാറ്റോ ഒക്കെ നല്ല പച്ചപ്പിലിരിക്കണം. അപ്പൊ ഉലുവ കുറച്ച് എന്നാ ചൂടായി വരുന്നതേ ഉള്ളൂ. ഫിഷ് മോളി ഞാൻ ഈ വെജ് റൗണ്ട് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ വെജ് റൗണ്ട് നമ്മളെയൊക്കെ അല്ലേ, നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ശരിക്കും ഡിഫീറ്റ് ചെയ്ത് കളഞ്ഞു ഇവരുടെ ഓരോ ഡിഷുകൾ. അതായത് നോൺ വെജിന് വെജ് കഴിക്കുമ്പോൾ നോൺ വെജ് മിസ് ചെയ്യാത്ത രീതിയിലാണല്ലോ. പാവം വെജിറ്റേറിയൻസ് ഇതൊന്നും അറിയുന്നില്ല. നമ്മുടെ എണ്ണ ചൂടാവുന്ന പാനില് നേരെ നമ്മളിൽ ഉലുവ ഇടാൻ പോവാണ്. കുക്ക് നമുക്ക് അന്നൊരു ടൈപ്പ് സ്പാനിഷ് ഓയിൽ ടൈപ്പ് ആണല്ലേ, സോസേജ് സ്റ്റഫ് ചെയ്തിട്ട്. അതെ അതെ, ഓർമ്മയുണ്ട്. കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ചീസ് ഒക്കെ ഇട്ടിട്ട് ഇനി കുറെ റെസ്റ്റോറൻറ്റിലൊരു ഇത് പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ വെജിൽ തുടക്കം ഒരു വെജിറ്റേറിയൻ ആയിട്ട് നമ്മൾ തുടങ്ങാൻ വെച്ചു. പക്ഷെ ഇനി വരാൻ പോകുന്ന റൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, വെറുതെ ഒരു ഇതല്ല, ഒരു സംഭവമാണ്. നിങ്ങൾക്കായിട്ടൊരു കുറെ സർപ്രൈസസ് ഒക്കെയാണ് കരുതി വെച്ചേക്കുന്നത്. അപ്പൊ മുടങ്ങാതെ കാണാൻ നോക്കുക. ഇപ്പൊ ഇവിടെ കണ്ടസ്റ്റൻസ് തന്നെ ഒരു മത്സരം എന്നൊരു ഒരു ഫീലില്ല ഇവർക്ക് ആക്കും. വന്ന് വരിക, കുറെ അവരുടെ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ മുകേഷേട്ടനാണ്. മുകേഷേട്ടന്റെ മുഖം ഒന്ന് തൃപ്തികരമാക്കുക, നമ്മുടെ സിമിത്താനെ ഒന്ന് സന്തോഷിപ്പിക്കുക, മാർക്ക് വാങ്ങിക്കുക. അത്രേ ഉള്ളൂ. അതൊക്കെ പിന്നത്തെ കാര്യമാണ് അല്ലേ? അത് നമ്മുടെ ഡിഷ് റെഡിയാണ്. ഫസ്റ്റ് ഉലുവ ശരി ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാള അത് നീളത്തിൽ അരിഞ്ഞ് തന്നെ ഫിഷ് മോളിൽ കാണുന്ന പോലെ നീളത്തിൽ അരിഞ്ഞ സവാള. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം അല്ലേ? ആ അതെ. ഇപ്പൊ നമ്മള് തേങ്ങ പാല് തന്നെ എടുക്കണമെന്നില്ല. ഞാനിപ്പം കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തത്, അതാണ് പിന്നെ കുറച്ചുകൂടി എടുക്കും. സത്യശ് ഇവിടെ എല്ലാവരും ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെയാണ് മെജോറിറ്റി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതായി കഴിഞ്ഞാൽ സവാള ശരി. സവാള ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ചെറിയൊരു പച്ചപ്പ് മാറുമ്പോഴത്തേക്കും തന്നെ മാറ്റി. ബ്രൗൺ ആയാൽ അതിന്റെ കളർ പോകും. നമുക്കൊരു ഗ്രീനിഷ് യെല്ലോ അതാണല്ലോ നമ്മുടെ മോളിയുടെ കളർ. ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പൊന്ന് സവാള ഒന്ന് പെട്ടെന്നാവാനായിട്ട്. ശരിക്കും ഇങ്ങനെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ടല്ലേ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? കുക്കിന് ഒരു പാഷൻ ആണോ അത്? ആ അതെ. കുക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഒത്തിരി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കതൊരു ഞാൻ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു റേഡിയോയിലായിരുന്നു. അപ്പം അതിന് ശേഷം പിന്നെ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അഡ്വർടൈസ്മെന്റ്സിന് വോയിസ് ഓവർ. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ രണ്ടെണ്ണം അത്രേ ഉള്ളൂ. ചെയ്തതിൽ ഏതെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പറയാനാണോ? കേട്ടോ ഒന്ന് അടച്ചു വെക്കാം, പെട്ടെന്നൊന്ന് ആവാനായിട്ട്. ശരി. പിന്നെ ക്ലാസ്സസ് എടുക്കണുണ്ടല്ലേ? അതെ, ബേക്കിംഗ് ക്ലാസ്സസ് എടുക്കും. ബേക്കിംഗ് ക്ലാസ്, കേക്ക്സ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ബേക്കിംഗ് ക്ലാസ്സസ് ബിഗിനേഴ്സ്, കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്നാൽ ആഗ്രഹമുള്ളവർക്ക് ബേസിക്സ് എല്ലാം പറഞ്ഞു. അപ്പൊ ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു സ്റ്റുഡന്റും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇത് ഏകദേശം ഒന്ന് ആയപ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനത് എരിവനുസരിച്ച് ശരി നല്ല എരിവാണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു എരിവിനൊന്നും നമ്മൾ വേറെ എല്ലാം ആഡ് ചെയ്യാനില്ല. സവാള ഇങ്ങനെ വഴറ്റി ഒരു പകുതി ഇതായിട്ട് വരുന്നുണ്ട്. കൂടെ നമ്മൾ പച്ചമുളകും ചെറിയ എരിവ് കുക്ക് പ്രിപ്പയർ ചെയ്തുള്ള പച്ചരിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇത് അരച്ച് വെച്ചേക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ തന്നെ അരച്ചേക്കുന്നത്. ഇപ്പൊ അതിനകത്ത് കുറച്ച് ഉപ്പ് അരച്ച് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച്
വെളിച്ചെണ്ണയിൽ നമ്മൾ ഉലുവ പൊട്ടിച്ചു, സവാള ഇട്ടു, പച്ചമുളക് ചെറുതായിട്ടിട്ടു, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റുകയാണ്. നമ്മുടെ മോളിയുടെ സാധാരണ ബേസിക് കൂട്ട് ആദ്യത്തെ വഴറ്റൽ. ഇത് ഓരോ നാട്ടിലോട്ട് പോകുമ്പോൾ ഓരോ രീതിയാണ്. എനിക്ക് ചിലതിന് പറഞ്ഞില്ലേ കടുക് പൊട്ടിക്കും, അതുണ്ട്. ചിലത് കുറച്ച് ഒരു മുളക് പൊടി ഇടും. അങ്ങനെ പല വേർഷൻസ് ആണ്. ഇത് ഏത് വേർഷനാണ്? ഇത് ഒരു കോട്ടയം സ്റ്റൈൽ. കോട്ടയക്കാരല്ല, ഫിഷ് മോളൻ അല്ലേ? ഫിഷ് മോളിയും പിന്നെ കൊടംപുളി ഇട്ട നല്ല റെഡ് കറിയിലാണ് നമ്മൾ മീൻ മേടിച്ചത്. അതെ അതെ, അതും പുളിശ്ശേരിയും തോരനും. ഇത് കോട്ടയക്കാരുടെ സ്പെഷ്യൽ. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ശരിക്കും വിശക്കുന്നു ഇപ്പോൾ. തക്കാളി പച്ചയാമോ? തക്കാളി ഇതിനകത്ത് തക്കാളി അതുപോലെ തന്നെ സവാള എങ്ങനെ അരിഞ്ഞു അതുപോലെ തന്നെ കുറച്ച് തക്കാളി. ശരി, നല്ലപോലെ ചക്ക് 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 എന്ന് പറഞ്ഞാൽ അടുക്കി പറിക്കാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് തന്നെ കൈകൊണ്ട് തന്നെ അരിഞ്ഞതോ എന്തെങ്കിലും? കൈകൊണ്ട് തന്നെ. ആണോ? കുറെ എടുത്തു ഇങ്ങനെ വരാനായിട്ട്. അതല്ലേ ആദ്യമൊക്കെ തക്കാളി എടുക്കുമ്പോ ഇങ്ങനെ തിരിച്ചു പോവാൻ. തക്കാളിയും ഇട്ട് കഴിഞ്ഞു. തക്കാളി ഒന്ന് സംഭവം നമ്മുടെ കട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാല് പാവപ്പെട്ട പ്രേക്ഷകരുടെ ചെവിവരടിച്ചു വന്നു തോന്നുന്നു. അതുപോലത്തെ അടിയാണ് അടിക്കുന്നത്. ഇനി മേലില്ല ആ ഒരു ആൻസൈറ്റിയാണ്, വേറെ ഒന്നല്ല കേട്ടോ. തക്കാളി ഒന്നൊന്ന് ഉടയണം. ശരി, അപ്പൊ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ബേസിക് ബ്ലെൻഡിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ പറ്റിക്കൽ പരിപാടി നടക്കാൻ പോകുന്നത്. സവാളയുടെ കളർ ഏകദേശം മാറി തുടങ്ങി. അതുകൊണ്ട് ഇനി പെട്ടെന്ന് എല്ലാം ചെയ്യും. യെസ്, ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല. എരിവിന് പച്ചമുളകും. ഈ വെജ് ഡിഷ് എന്ന് പറയാൻ പെട്ടെന്ന് എന്താ കുക്കൂന് ഇങ്ങനെ ഈ ഒരു കാര്യം ഓർമ്മ വന്നേ? പെട്ടെന്നൊരു മോളി ചെയ്യണം അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ട്രൈ ചെയ്ത് കൂടാന്ന് കുറെ നാളായിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഒരു അവസരം പക്ഷെ ക്രിയേറ്റിവിറ്റി ഇതിന്റെ കൂടെ ഞാൻ പനീർ ആഡ് ചെയ്യും. പനീർ ഇത് സോഫ്റ്റ് ചെയ്ത് എന്താണ്? ഇല്ല, ഇത് ഫ്രോസൺ പനീറാണ്. ഞാനത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു, അത്രേ ഉള്ളൂ. അതിന്റെ ഐസ് ഒന്ന് വിടാൻ വേണ്ടി മാത്രം. ഇതിന് നമ്മള് നല്ല നെയ്മീൻ കഷ്ണങ്ങളെന്ന് വിചാരിച്ച് കഴിക്കുക. ഓക്കെ, മീൻ കഴിച്ചിട്ടില്ലാന്ന് ഒന്നും ആലോചിക്കണ്ട, വെറും പനീർ. കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നട്ട്സ്, കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചതിന്റെ പേസ്റ്റ് ആണ്, ഫൈൻ പേസ്റ്റ്. അതും കുറച്ച് അതിന്റെ കൂട്ടത്തിൽ പനീർ ആഡ് ചെയ്ത് ഒപ്പം നല്ല കാഷ്നട്ട് അരച്ച് കുതിർത്ത കാഷ്നട്ട് അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട്, അത് കടിക്കാത്ത രീതിയിൽ നല്ല പോലെ അരച്ചിട്ട് ക്രീം പോലെ ആക്കിയത്. പനീർ പിന്നെ കുറെ വെന്താലും പ്രശ്നമാണല്ലേ, അത് ചെറിയ അങ്ങനെ ഒരു പ്രശ്നം. നമ്മൾ പനീർ വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കണം. ചിലതൊന്നും കുറച്ചൊരു റബ്ബറി ഇഫക്റ്റ് ആണ്. ചില പനീർ നല്ല സോഫ്റ്റ്. അപ്പൊ എന്താണെന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നത് എപ്പോഴും നല്ല. ചിലതിന് ഒരു വിനാഗിരി ടേസ്റ്റ് അങ്ങനെയൊക്കെ. ഇതിനൊക്കെ പണ്ട് ബിരിയാണി ഉണ്ടാക്കിയ ആളാണ്. കണ്ടല്ലോ, അടിയിലേക്ക് ഒന്ന് ക്ഷമിക്കൂ കേട്ടോ. പിന്നെ കഴിച്ചിട്ടിരിക്കല്ലേ, കുഞ്ഞതായിട്ടൊന്നും പറ്റില്ല, മനസ്സിലായി. ഇനിയിപ്പോ തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. ഇതിപ്പോ നമ്മള് തേങ്ങ വെച്ചിട്ടാണെങ്കിൽ രണ്ടാം പാലെടുക്കുക. നല്ലൊരു ഫിഷ് മോളിയുടെ ഇങ്ങനെ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നായി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇതുണ്ട്. ജസ്റ്റ് ആ ഒരു വഴറ്റലിൽ മാത്രം കുറച്ച് ക്ഷമ കാണിച്ചാൽ മതി, ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. ടേസ്റ്റും അല്ലെ, ആ ഒരു കാഷ്നട്ട് കുതിർത്ത് അരച്ചതിന്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും അതൊന്ന് അടിക്കാനൊന്ന് ടെംപ്റ്റേഷൻ ആയി. വേണ്ട, തീ കളിക്കണോ? കുറച്ച് നോക്കുന്നോ? വേണ്ട, ഞാൻ പിന്നീട് നന്നായിട്ട് ഒരു ബോളിൽ എടുത്തോളാം. വിഷമിക്കണ്ട, ഒന്നും പറ്റില്ല. കുറച്ചൊരു ഉപ്പ്,
ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന നമ്മുടെ ജിഞ്ചറും ഗാർലിക് പേസ്റ്റിലും ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് അങ്ങനെ അരയ്ക്കാൻ നല്ലത് അരയ്ക്കാം. ഞാനിപ്പം അങ്ങനെ അരച്ചൊന്നുമില്ല. അങ്ങനെ അരച്ചത് കുറേ നാൾ ഇരുന്നോളൂ, നമുക്കത് സേവ് ചെയ്ത്. ശരിക്കും ഇത് പയർന്ന് പറഞ്ഞാലും മാത്രമേ എനിക്ക് മനസ്സിലായി. കണ്ടാലും ശരിക്കും ഫിഷിന്റെ പീസ് ക്യൂബ്സ് ആക്കിയിട്ടേക്കുന്ന പോലെ തോന്നി. ഇതൊന്ന് തിളച്ച പനീറിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ആയി. കുറച്ച് തിളച്ചാൽ മതി അല്ലേ? അവിടുത്തെ മതി. പനീറിനധികം വേവ് വേണ്ടല്ലോ. ഓൾറെഡി ഈ പനീറിലൊന്ന് പിടിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇതിപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. നമ്മൾ മീനൊക്കെ ആണെങ്കിൽ ആദ്യമേ 2 പാൽ ഒഴിച്ച് പിന്നെ തലപ്പാൽ ഒഴിച്ച് അത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പൊ ഞാൻ കാഷ്യൂ പേസ്റ്റ് ഇട്ടത് കൊണ്ട് നന്നായിട്ടത് ബ്രെഡിന്റെ കൂടെയാണോ അതോ എനിക്കിത് ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് ഇടിയപ്പത്തിന്റെ കൂടെ ഒരു നല്ലൊരു ഡിഷായിട്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ചപ്പാത്തിയുടെ കൂടെ ഞാൻ പിന്നെ ഇതിൽ അടിച്ചോണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞു ഇവിടെ പാചകശാലയിലായിരുന്നു. അപ്പൊ ഇത് ഏകദേശം റെഡിയായി. വെജിറ്റേറിയൻ മോളി നേരെ സെർവ് ചെയ്യണ എല്ലാം പാകമായി റെഡിയാക്കി ബോളിലേക്ക് സെർവ് ചെയ്തോണ്ടിരിക്കുകയാണ് കുക്കു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി. ഞാൻ തന്നെ ഭയങ്കര ഒരു ഈസി ഒരു ഡിഷാണ്. അതെ, ഈസി ആൻഡ് ഫാസ്റ്റ്. നമുക്ക് വേണ്ട അത്രയും ചാറ്. ഇപ്പം ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ ചിലർക്ക് ഒത്തിരി ചാറുള്ളതാണ് താല്പര്യം, ചിലർക്ക് താല്പര്യം. അതെ, ഓക്കെ. നമ്മുടെ ഫിഷ് മോളി അല്ല പനീർ മോളി മനസ്സിലായി. ഫിഷ് മോളി എന്ന് പറഞ്ഞ് പറ്റിക്കണ പനീർ മോളി റെഡിയാക്കിയിട്ടുണ്ട്. ശരി, ഗാർണിഷ് ചെയ്യാൻ നമുക്ക് കുറച്ച് രസച്ചട്ടിയിൽ നമ്മുടെ കുക്കു മറൈറ്റിന്റെ വെജി റൗണ്ട് കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു ഇല്ലേ? ഫിഷ് മോളി എന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അല്ല, വെജിറ്റേറിയൻ മോളി ആയിരുന്നു. എന്തായാലും നമുക്ക് ഇത് വളരെ ആകാംക്ഷ കാത്തിരിക്കുന്ന 2 ആൾക്കാരുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുകേഷ് ചേട്ടനൊപ്പം നമ്മുടെ ജഡ്ജ് മിസ്സസ് സിമി അൻവർ. സിമിത വന്ന് കമന്റ്സും മാർക്സ് ഒക്കെ വളരെ നിർണായകമാണ്. അപ്പൊ നമുക്ക് 2 പേരെ വിളിക്കാം അല്ലേ? അത് റെഡി ഇല്ലേ സെർവ് ചെയ്യാനൊക്കെ? ഭയങ്കര ഭംഗിയിൽ മാതളമൊക്കെ ഇട്ട് ഓക്കെ. അപ്പൊ നമുക്ക് 2 പേർക്ക് സ്വാഗതം. മുകേഷ് ചേട്ടാ, സിമിത. പനീർ ഫിഷ് മോളി ഫിഷ് ആണ് വിചാരിക്കും. ശരി, നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടാലും നല്ല ക്യൂട്ട്സ് ആയിട്ട് പോലെ തോന്നിക്കുക കുക്ക് ചെയ്ത സമയത്ത് കാണുമ്പോൾ. നാട്ടിലെവിടെ സ്ഥലം? എറണാകുളം. മോളി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ചോദിച്ചത്. കോട്ടയം ചായ വളരെ ഒരു ചായ ഉണ്ട്. ശരിക്കും എന്തെങ്കിലും പറഞ്ഞു തന്നേ വേണമെങ്കിലൊരു വഴക്ക് വരാം. ഇത് മീനല്ലെങ്കിലും എന്തോ നോൺ വെജ് ആണ്. പിന്നെ നമുക്ക് ചില ആൾക്കാരെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്തൊരു ഭക്ഷണം വെജിറ്റേറിയനാണ് ആൾക്കാരത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇതും കൂടെ കൊടുക്കാം. നോൺ വെജ് ആണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മീനിന്റെ മണം വരണ മാതിരി തോന്നും. ഇതും കൂട്ടിയൊന്ന് കഴിച്ചു നോക്കട്ടെ. ജഡ്ജിന്റെ കണ്ണിക്കൂടി കേട്ടോ. അതാണ് ഉദ്ദേശം. മിസ് ചെയ്യാൻ പാടില്ല. കുറച്ചുകൂടി ഉണ്ടായിരുന്നോന്ന് അറിയില്ല. ഉപ്പിന്റെ ട്രൈ എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഉപ്പ് കുറച്ചും കൂടി ആവാം. വേറെ എനിക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല, വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണ്. എനിക്ക് തോന്നുന്ന പിള്ളേരും ഈ പ്യൂർലി നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നു.
എന്തായാലും നമ്മുടെ പരീക്ഷണം വിജയിച്ചു. പറ്റിച്ചു നമ്മൾ വരെ പറ്റിച്ചു വിജയിച്ചു. താങ്ക് യു. നല്ല മാർക്സ് കിട്ടട്ടെ കുക്കു. മുകേഷേട്ടന്റെ മുഖം പ്രസന്നമായി. നമ്മുടെ E12 presents Nellara recipe powered by Homeway Cookware and Kitchen Tools, brought to you by Sharavana Idli Dosha Wet Mix in association with Metro Medical Center, Fresh Food and Al-Hili Opticals. Prices sponsored by Speed Business Services. അപ്പൊ നമ്മുടെ റെസിപ്പിയുടെ രസകരമായ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാളെ വീണ്ടും അടുത്ത നല്ലൊരു ഡിഷസ് ആയിട്ടൊക്കെ വരും. അപ്പൊ നിങ്ങൾ മറക്കാതെ കാണുക. അതിലേക്ക് ഞങ്ങൾ തൽക്കാലം